മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കൽപ്പശാസ്ത്രം എന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കണം. കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വേദഗ്രന്ഥങ്ങൾ ധാരാളം സന്ദേശങ്ങളും മന്ത്രങ്ങളും തരുന്നുണ്ട്. ആ വൈദിക സന്ദേശത്തിൻ്റെയും വൈദിക മന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭാരത രാഷ്ട്രം എങ്ങനെ നിലനിൽക്കണം, ഭരണകർത്താക്കളായാലും ജനങ്ങളായാലും ഉദ്യോഗസ്ഥരായാലും നീതി ന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവരായാലും ഒരു രാഷ്ട്രത്തിലെ ചുവടറ്റം മുതൽക്ക് മുകളറ്റം വരെയുള്ളവര് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വസ്തുതാപരമായിട്ട് ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും എല്ലാം ചേർത്ത് വിവരിക്കുന്ന അത്യുജ്വലമായ അതിബൃഹത്തായ ഗ്രന്ഥമാണ് കൽപ്പശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ കൽപ്പശാസ്ത്രങ്ങളാണെന്ന് പറയേണ്ടി വരും. അടിസ്ഥാനപരമായിട്ട് 4 കൽപ്പശാസ്ത്രങ്ങളാണുള്ളത്. ഏറ്റവും പഴക്കം ചേർന്നത് BC 2500 എഴുതിയിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ബൗദ്ധായന കൽപ്പശാസ്ത്രം. അത് കഴിഞ്ഞ് ബൗദ്ധായന കൽപ്പശാസ്ത്രം കഴിഞ്ഞ് ആപസ്തംഭ കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം. ഓർമ്മിക്കുക, ബൗദ്ധായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം. ഇങ്ങനെ 4 കൽപ്പശാസ്ത്രങ്ങളാണ് ഉള്ളത്. ഈ 4 കൽപ്പശാസ്ത്രങ്ങളിലും 4 ഭാഗങ്ങൾ വീതമുണ്ട്. ഒരു കൽപ്പശാസ്ത്രത്തില് ആദ്യം വരുന്നത് ശ്രൗതസൂത്രമാണ്, അല്ലെങ്കിൽ ശ്രൗതശാസ്ത്രമാണ്. ശ്രൗതസൂത്രം എന്ന് പറയുമ്പോൾ വേദിക് റിച്വൽസ്, വൈദിക കർമ്മങ്ങൾ, യാഗങ്ങൾ, പുത്രകാമേഷ്ടി യാഗം, അശ്വമേധയാഗം, ഏകാഹം മുതൽക്ക് സഹസ്രാഹം വരെ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്നത് മുതൽക്ക് 1000 ദിവസം നീണ്ടു നിൽക്കുന്നവരെയുള്ള യാഗങ്ങൾ. അപ്പൊ യാഗകർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളതിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് കൽപ്പശാസ്ത്രത്തിനകത്തെ 1ാമത്തെ ഭാഗമായ ശ്രൗതസൂത്ര ഗ്രന്ഥങ്ങൾ. വളരെ വലുതാണ്. ഒരു ശ്രൗതസൂത്ര ഗ്രന്ഥം തന്നെ 2000-3000 പേജ് ഉണ്ടാവും. ശ്രൗതസൂത്രം കഴിഞ്ഞ് കൽപ്പശാസ്ത്രത്തിനകത്ത് 2ാമത് വരുന്നത് ഗൃഹ്യസൂത്രമാണ്. ഗൃഹ്യസൂത്രം എന്ന് പറയുമ്പോൾ ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, സഹോദരി, സഹോദരന്മാരടങ്ങുന്ന കുടുംബം. ആ കുടുംബത്തിനകത്ത് എന്തെല്ലാം ആചാരങ്ങൾ അനുഷ്ഠിക്കണം, അതെങ്ങനെ അനുഷ്ഠിക്കണം എന്ന് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഗൃഹ്യസൂത്രം അല്ലെങ്കിൽ ഗൃഹ്യശാസ്ത്രം. 2 വാക്ക് ശരിയാണ്. ഗൃഹ്യസൂത്രം എന്ന് പറഞ്ഞാലും ശരിയാണ്, ഗൃഹ്യശാസ്ത്രം എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ കൽപ്പശാസ്ത്രം 4 എണ്ണാണ്. ഏറ്റവും പഴയത് ബൗദ്ധായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം. ഇതില് 4 ഭാഗങ്ങൾ വീതമുണ്ട്. അതിൽ 1ാമത്തെ ഭാഗം ശ്രൗതസൂത്രം, അത് യാഗകർമ്മങ്ങൾ വിവരിക്കുന്നു. 2ാമത്തെ ഭാഗം ഗൃഹ്യസൂത്രം, അത് ഗൃഹസ്ഥന്മാർ ആചരിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്നു. 3ാമത്തേത് ധർമ്മശാസ്ത്രം. ധർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, രാജാവിൻ്റെ, മന്ത്രിമാരുടെ, ബാങ്കുകളുടെ, കടം വാങ്ങിക്കുന്നവരുടെ, ലാൻഡ് അവകാശികളുടെ, ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥിതികൾ മുഴുവനും വിവരിക്കുന്നതാണ് ധർമ്മശാസ്ത്രം. ഒരു ധർമ്മരാഷ്ട്രം എങ്ങനെ സ്ഥാപിക്കണം എന്നുള്ളത് ബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ധർമ്മശാസ്ത്രം. ഇപ്പൊ കൽപ്പശാസ്ത്രത്തിലെ 1ാം ഭാഗം ശ്രൗതസൂത്രം, 2ാം ഭാഗം ഗൃഹ്യസൂത്രം, 3ാമത്തെ ഭാഗം ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മസൂത്രം, 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് പിതൃമേധസൂത്രം, പിതൃമേധശാസ്ത്രം. ശരിക്കും പിതൃമേധശാസ്ത്രം എന്ന് പറയുമ്പോൾ മരണത്തിന് തൊട്ടു മുമ്പ്, മരിക്കുമ്പോൾ, മരണത്തിന് ശേഷം കുറേ കാലം നടത്തേണ്ട സകല മരണ അനുബന്ധ ആചാരങ്ങളുടെ അടിസ്ഥാന വിവരണങ്ങൾ നൽകുന്നതാണ്. കംപ്ലീറ്റ് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിവരണങ്ങൾ നൽകുന്നതാണ് പിതൃമേധസൂത്രം. അപ്പൊ ശ്രൗതസൂത്രം യാഗങ്ങളെക്കുറിച്ച്, ഗൃഹ്യസൂത്രം ഗൃഹസ്ഥന്മാർ ആചരിക്കേണ്ടതിനെ കുറിച്ച്, ഷോഡശ സംസ്കാരങ്ങൾ എല്ലാം വിവരിക്കുന്നുണ്ട് അവിടെ. അന്നപ്രാശനം, ഉപനയനം, വിവാഹം, ഗൃഹപ്രവേശനം എല്ലാം വിവരിക്കും. ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ പിതൃമേധസൂത്രം മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും
അഞ്ചാമത്തെ ഭാഗം ചെറുതായിട്ടുണ്ട് പ്രായശ്ചിത്തം. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, പ്രായശ്ചിത്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പ്രായശ്ചിത്ത ഭാഗത്തിൽ വിവരിക്കുന്നുണ്ട്. ഇനി നാളെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോ 4 കൽപ്പശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഓർമ്മിക്കുക, ബൗദ്ധായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, അതുപോലെ തന്നെ മാനവ കൽപ്പശാസ്ത്രം. അതിൽ ഓരോന്നിലും 5 ഭാഗങ്ങൾ, 4 പ്രധാന ഭാഗങ്ങൾ, ഒരു ചെറിയ ഭാഗമുണ്ട്. ശ്രൗതസൂത്രം യാഗകർമ്മങ്ങൾ ചെയ്യാനുള്ളത്, ഗൃഹ്യസൂത്രം ഗൃഹസ്ഥന്മാര് ആചരിക്കാനുള്ളത്, ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ പിതൃമേധസൂത്രം മരണവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളെല്ലാം, പ്രായശ്ചിത്തം, ഇതിലെവിടെയെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ളത് വിവരിക്കുന്നു. ഇപ്പൊ കൽപ്പശാസ്ത്രം പഠിച്ചു, നല്ല രീതിയിൽ പഠിക്കണം. ഇനിയും കുറെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.